ഇതിൻ്റെ 1 കോടി രൂപയുടെ വീടാണിത്. ഇത് മേയർ ഹൈവേന്ന് 1 കിലോമീറ്റർ 2200 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമും ഒരു കടയും കൂടെയാണിത്. ഞാൻ താമസമായിട്ട് 6 മാസമായി. അപ്പോൾ ഞാൻ ഇതുവരെ അപ്പോക്സി ചെയ്തില്ലായിരുന്നു. അപ്പോക്സിക്ക് ഒരു ടിന്നിന് 850 രൂപ വിലയാണ്. ഇത് പിന്നെ 1000 രൂപയ്ക്കുണ്ട്. ഒരു 10 കിലോയുടെ അപ്പോക്സിയെങ്കിലും ഇവിടെ വേണം. അപ്പോൾ ഞാനിപ്പം 2 കിലോ വാങ്ങിച്ചിട്ട് എനിക്ക് ഈ വീടിൻ്റെ എല്ലാ പണിയും അറിയാം. അപ്പോൾ ഞാൻ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അപ്പോക്സി ചെയ്ത് ആദ്യം ഇത് എടുക്കുക, ബോക്സ് എടുക്കുമ്പോൾ ഇത് നമ്മൾ തുറന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു സ്പോഞ്ച്, പിന്നെ ഒരു ലിക്വിഡുണ്ട്, SP100 എന്ന് പറയുന്ന സ്റ്റൈനർ ബ്രൂട്ട് ഫോർ ഫ്ലോർ വാളാണിത്. ഇതിൻ്റെ 2 അടപ്പ് ചേർക്കണം. ഇത് അതിന് കൂടെ വരുന്നതാണ്. ഇത് ഹാർണറാണ്, ഹാർണർ. ഇത് 100 മില്ലി കാണും. ഹാർണറും സ്റ്റൈനറും കൂടെയാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ പൊടിയിൽ നമ്മൾ മിക്സ് ചെയ്യണം. ഇത് പിന്നെ ഒരു പാക്കറ്റ് ഇത് കൂടെ കാണും. പിന്നെ നമ്മൾ കൈയിടാനുള്ള കയ്യുറയുണ്ട്. പിന്നെ ഒരു കുട്ടി ബ്ലേഡും കാണും. അപ്പോൾ ആദ്യം നമ്മൾ ഈ പൊടി ഇടുക. പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ബക്കറ്റിലാണ് ഇത് കലക്കാനുള്ളത്. പിന്നെ ബക്കറ്റ് എടുക്കാനുള്ള പാടുകൊണ്ട് ബക്കറ്റ് എടുക്കുന്നില്ല. ഞാൻ അപ്പോൾ ടൈലെടുത്താണ് കലക്കുന്നത്. അപ്പോൾ നമ്മളിത് ടൈലിനകത്ത് ഇത് ഒരടപ്പ് ഉപയോഗിക്കണം. ഹാർണർ ഒരടപ്പ് എടുക്കണം. ഒരടപ്പ് നമ്മളെടുത്ത് ഒരടപ്പ് എടുക്കുക. ഇത് 2 അടപ്പ് എടുക്കണം. രണ്ടും കൂടെ മിക്സ് ചെയ്യണം. ഇത് പൊടിയായിട്ട് മിക്സ് ചെയ്യണം. ഇത് 3 കൂടെ മിക്സ് ചെയ്താണ് ചേർക്കേണ്ടത്. ഇതിൻ്റെ പൊടി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കളറും കിട്ടും. ഒരുമാതിരിപ്പെട്ട കളറെല്ലാം ഉണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള മേടിക്കാം. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്യുമ്പം ഇത് നമ്മൾ ആവശ്യത്തിന് കുറച്ചെടുത്ത് മിക്സ് ചെയ്യാവും. ഇത് 15 മിനിറ്റ് നമ്മൾ ഇത് ഇരുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് കട്ടിയായി പോകും. അതുകൊണ്ട് ആവശ്യത്തിന് ഞാൻ ഇപ്പോൾ ഒരടപ്പും ഹാർണറും 2 അടപ്പും മറ്റും ടൈലറും ചേർത്ത് മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ ഇട്ട് തീർന്നതിന് ശേഷം നമ്മൾ എടുക്കും. പിന്നെ അടുത്തെടുക്കാവും. ഗ്ലൗസ് ഉപയോഗിക്കണം. ഇത് കയ്യിൽ ഗ്ലൗസ് ഉപയോഗിക്കണം. ഗ്ലൗസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ നമ്മൾ ഇത് അപ്പോക്സി ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ തറയെല്ലാം ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ക്യാപ്പ് നമ്മൾ ഗ്രൗട്ട് ഫില്ല് ചെയ്ത് നിറയ്ക്കുകയാണ്. ടൈലിട്ട് കഴിഞ്ഞാൽ ഗ്രൗട്ട് ഫില്ല് ചെയ്ത് നിറച്ചതിന് ശേഷം നമ്മളിത് ക്ലീൻ ചെയ്യണം. ഇത് ക്ലീൻ ചെയ്തതിൻ്റെ ക്യാപ്പെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ അപ്പോക്സി ഫില്ല് ചെയ്യാൻ.
ഇത് അപ്പോക്സി ചെയ്ത് ഒരു 20 മിനിറ്റ്, മാക്സിമം അരമണിക്കൂർ കഴിയുമ്പോൾ ഇത് സർഫ് കലക്കി, സർഫുള്ളത് ഇത് കഴുകി ഇത് സൈഡിൽ പറ്റിയിരിക്കുന്ന പാടുകളെല്ലാം കളയണം. ഇത് അഴുക്ക് പിടിച്ചു കഴിഞ്ഞാൽ പോകത്തില്ല. ഇതുണ്ട്, ഈ അഴുക്ക് ഇത് പിടിച്ച് കറുത്ത് കഴിഞ്ഞാൽ ഇത് വെള്ളയിൽ നിന്ന് പോകത്തില്ല. അപ്പോൾ അത് നമ്മൾ കഴുകി സർഫിട്ട് കഴുകി വലിച്ച് ഇതുപോലെ കളയണം. ഇതുപോലെ പല പണികളും എനിക്ക് ചെയ്യാറില്ല. ഞാൻ ചെറിയ ഒരു സകലകലാ വല്ലഭനാണ്. അറിഞ്ഞുകൂടാത്ത ഒരു പണിയില്ല. എല്ലാ പണിയും നല്ല വൃത്തിയായിട്ട് പണി തരും. പണിയാനുള്ളവർ വിളിച്ചാൽ മതി, എല്ലാ പണിയും പണിയും. അതിനായിട്ട് വീടിൻ്റെ പണി എന്ത് പണിയുണ്ടെങ്കിലും വിളിച്ചാൽ മതി. എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ശമ്പളമൊന്നും തരണ്ട, 3 നേരം നല്ല ഫുഡ് മാത്രം തന്നാൽ മതി. ഇപ്പോൾ സർഫിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയ തോർത്ത് വാങ്ങിച്ച് ഇത് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കണം. ഇപ്പോൾ പുതിയ തോർത്ത് വാങ്ങിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും കുളിക്കുന്ന ഒരു തോർത്താണിത്. ആ തോർത്തിട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. കൈ കൊണ്ടാണ് തുടയ്ക്കാനുള്ളത്. അപ്പം കൂടുതൽ അങ്ങോട്ട് കുനിയാൻ വയ്യ. കുത്തിയിരുന്ന് പണി ചെയ്തുകൊണ്ട് 10-30 വർഷം കൊണ്ട് പണിയുന്നില്ലേ, അതുകൊണ്ട് കാലുകൊണ്ട് തുടയ്ക്കണം. അതിന് ശേഷം നമ്മൾ ഫാൻ ഇടുക. ഫാനിട്ട് ഉണക്കുക. തുട തീർന്ന് ഇനി അടുത്ത കിച്ചണിലോട്ട് പോവുകയാണ്. അപ്പോൾ നല്ല വൃത്തിയായില്ലേ? ഇപ്പോൾ കണ്ട അപ്പോക്സി ചെയ്തേക്കുന്നുണ്ട്. നല്ല സൂപ്പറായിട്ടില്ലേ?